ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അലയടിക്കുന്നത് വെറുമൊരു തെരുവ് സമരത്തിൻ്റെ ശബ്ദമല്ല, മറിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളുടെയും ഭാവി ഓർത്ത് നെഞ്ചുപിടയുന്ന ആശങ്കകളുടെയും മുഴക്കമാണ്. മാസം തോറും പെരുകുന്ന പരീക്ഷാ ക്രമക്കേടുകൾക്കും പേപ്പർ ചോർച്ചയ്ക്കുമെതിരെ നീതി ചോദിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലിലും പോലീസിൻ്റെ ബാരിക്കേഡുകളെ ഭയക്കാതെ അവർ തങ്ങളുടെ ഭാവി തിരികെ പിടിക്കാൻ ഈ ചെറുപ്പക്കാർ പോരാടുകയാണ്. പരീക്ഷാ ഹാളുകളിൽ ഉത്തരങ്ങൾ എഴുതേണ്ട കൈകളിൽ നിന്ന് പ്രതിഷേധ ബാനറുകൾ ഉയരുമ്പോൾ ഈ ചുവടുകൾ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ വിള്ളലുകളിലേക്ക് വിരൽ ചൂടുന്നു. വരും തലമുറയുടെ ആത്മാഭിമാനത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയുള്ള ഈ ചരിത്രപരമായ പോരാട്ടം ജന്തർ മന്ദറിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലുടനീളം പടർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിഷ്പക്ഷമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ അധികാരികളെയോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയോ ഞങ്ങൾ പ്രത്യേകമായി പിന്തുണയ്ക്കുന്നില്ല, തള്ളിക്കളയുകയും ചെയ്യുന്നില്ല. വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ പ്രധാന വിഷയം വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷാ ക്രമക്കേടുകളും പേപ്പർ ലീക്ക് ആരോപണങ്ങളുമാണ്. അവരുടെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്. പരീക്ഷാ സംവിധാനത്തിൽ പേപ്പർ ലീക്ക് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആരാണ്? വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പരീക്ഷകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ ഭരണപരമായ ഉത്തരവാദിത്തം ആരുടേതാണ് എന്ന ചോദ്യങ്ങളാണ് അവർ കേന്ദ്ര ബിന്ദുവായി അവതരിപ്പിക്കുന്നത്. CJP എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പ്രതിഷേധക്കാർ പറയുന്നത് ഇത് ഒരു സാധാരണ രാഷ്ട്രീയ പ്രതിഷേധമല്ലെന്നും രാജ്യത്തെ യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുമാണ്. എന്നാൽ സർക്കാർ ഭാഗത്തു നിന്നും ഉയരുന്ന പ്രധാന വാദം ഇതാണ്: പേപ്പർ ലീക്ക് നടത്തിയവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. പക്ഷേ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല. അതിനാൽ ഇവിടെ പ്രധാനമായും രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് നമ്മൾ കാണപ്പെടുന്നത്. ഒന്നാമത്തെ നിലപാടെന്ന് പറയുന്നത് പേപ്പർ ലീക്ക് നടന്നുവെങ്കിൽ ഉത്തരവാദിത്തമുള്ള മന്ത്രിക്ക് രാജിവെക്കണം. രണ്ടാമത്തെ നിലപാടെന്ന് പറയുന്നത് പേപ്പർ ലീക്ക് നടത്തിയ കുറ്റവാളികളെ കണ്ടെത്തി കർശനമായി ശിക്ഷിക്കുകയാണ് പ്രധാന പരിഹാരം വേണ്ടത് എന്നാണ്. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയുടെ പ്രധാന ഭാഗം. ഈ വിഷയം രാഷ്ട്രീയമായി മാത്രം കാണുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം വിദ്യാഭ്യാസം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ കുട്ടിയും നീറ്റ് എക്സാം എഴുതിയേക്കാം, നിങ്ങളുടെ സഹോദരിയും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയേക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ് എക്സാം എഴുതിയേക്കാം. അതിനാൽ എക്സാം ഇൻറ്റഗ്രിറ്റി എന്നത് ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, അത് ഓരോ കുടുംബത്തിൻ്റെയും വിഷയമാണ്. ഒരു വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിച്ച് പരീക്ഷ എഴുതുന്നു, അവനൊരു ഫെയർ ചാൻസ് വേണം. അതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അണ്ടർലൈങ് ഇഷ്യൂ. അതേസമയം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ നിയമം പാലിക്കണം, വയലൻസ് ഒഴിവാക്കണം, തെറ്റായ വാർത്തകൾ പ്രചരിക്കരുത്, ഒരു വിഭാഗത്തെ മുഴുവൻ കുറ്റപ്പെടുത്തരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും കാണരുത്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമാകുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് രാത്രിയും കണ്ണീർവാതകവും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് അതോറിറ്റീസ് ആരും ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതേസമയം പ്രതിഷേധക്കാർക്കെതിരായി പോലീസ് നടപടിയെ പ്രതിപക്ഷ പാർട്ടി ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായി ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയെ ചൊല്ലി ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാരിൽ നിന്ന് വിശദീകരണവും ഉത്തരവാദിത്വവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിരവധി പ്രമുഖരുടെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. നടൻ പ്രകാശ് രാജ് നേരിട്ട് പ്രതിഷേധ വേദിയിലെത്തി വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നടി ഷമാന അസ്മിയും പ്രതിഷേധ വേദിയിലെത്തി സമരക്കാരെ പിന്തുണച്ചു. നടി സോനാക്ഷി സിൻഹ, ഗായകനും നടനുമായ ദിൽജിത്ത്, അദിതി റാവു ഹൈദരലി, പൂജ ഭട്ട്, ഭൂമി പട്നേക്കർ, ഹുമ ഖുറേഷി തുടങ്ങി നിരവധി സെലിബ്രിറ്റീസാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് സപ്പോർട്ടുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി ഒരു രാഷ്ട്രീയക്കാരുടെയും ഒരു പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഓപ്പോസിഷൻ്റെയും മാത്രം വിഷയമല്ല. ഇത് ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ്. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അവൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. അവൻ തൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയ്ക്കായിട്ടാണ് പഠിക്കുന്നത്, തൻ്റെ സ്വപ്നത്തിനായിട്ടാണ് പഠിക്കുന്നത്, തൻ്റെ ഭാവിക്കായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട്
പരീക്ഷാ സംവിധാനത്തിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധം എവിടേക്കാണ് പോകുന്നത്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുമോ? സർക്കാർ കൂടുതൽ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കുമോ? പ്രശ്നങ്ങൾക്ക് ഒരു നല്ല അവസാനത്തിനായി നമുക്ക് കാത്തിരിക്കാം.